തലസ്ഥാന നഗരിയെ യുദ്ധക്കളമാക്കിയ CJP സമരത്തിനിടയിലുണ്ടായ വൻ സംഘർഷത്തിൽ 70 പേരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് സമരക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഘർഷത്തിൽ 5 IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റതായി പോലീസ് സ്ഥിരീകരിച്ചു. പ്രത്യേക കമ്മീഷണർ, വിവിധ DCPമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്ക് പറ്റിയത്. പ്രതിഷേധക്കാർ പോലീസിന്റെയും പൊതുജനങ്ങളുടെയും 20ഓളം വാഹനങ്ങൾ തള്ളിമറിച്ചിടുകയും തകർക്കുകയും ചെയ്തതായി ഡൽഹി പോലീസ് അറിയിച്ചു. ഇന്നലെ പ്രതിഷേധത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന ജന്തർ മന്ദറിൽ നിന്ന് സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അടിച്ചോടിച്ചു. പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് അടക്കമുള്ളവർ സമരം ചെയ്തിരുന്ന വേദിയാണ് പോലീസ് അതിക്രമിച്ചു കയറി പൊളിച്ചു മാറ്റിയത്. സമരപന്തലിലെ ഷീറ്റുകളും ബാരിക്കേഡുകളും പോലീസ് നീക്കം ചെയ്തു. തുടർന്ന് പ്രദേശം പൂർണ്ണമായും ദ്രുതകർമ്മ സേനയുടെയും പോലീസിന്റെയും കടുത്ത നിയന്ത്രണത്തിലാക്കി. അടിച്ചമർത്തലിന് പിന്നാലെ ഡൽഹി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഇരമ്പിയടിച്ച് വലിയ സംഘർഷത്തിലേക്ക് വഴിവെച്ചു. ബാരിക്കേഡുകൾ തകർത്ത് ഡൽഹിയിലെ പ്രധാന തെരുവുകളിലൂടെ പ്രകടനം നടത്തിയ സമരക്കാർക്ക് നേരെ പോലീസ് പലതവണ ശക്തമായ ലാത്തിചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. ജന്തർ മന്ദറിൽ വീണ്ടും സംഘടിപ്പിച്ച സമരക്കാർ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചതോടെയാണ് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായത്. പാർലമെന്റ് മന്ദിരത്തിന് സമീപം വെച്ച് ബാരിക്കേഡുകൾ ഉയർത്തി പോലീസ് മാർച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും സമരക്കാർ ബാരിക്കേഡുകൾ മറിച്ചിട്ടു. തുടർന്ന് പാർലമെന്റ് പരിസരത്ത് വെച്ച് പോലീസ് കടുത്ത രീതിയിൽ കണ്ണീർ വാതകവും ലാത്തിചാർജും പ്രയോഗിക്കുകയായിരുന്നു. പോലീസ് അടിച്ചൊതുക്കാൻ ശ്രമിച്ചെങ്കിലും രാത്രിയോടെ ജന്തർ മന്ദറിലെ സമരവേദിയിലേക്ക് കൂടുതൽ പ്രവർത്തകർ തിരികെ എത്തിയതോടെ ഡൽഹി പോലീസ് ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പുനഃസംഘടിച്ച CJP പ്രവർത്തകർ സമരം ശക്തമായി തുടരുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ലെന്നും പാർലമെന്റിലേക്ക് വീണ്ടും ബഹുജന മാർച്ച് നടത്തുമെന്നും CJP നേതൃത്വം വ്യക്തമാക്കി. മാർച്ചിന്റെ തീയതിയും തുടർ സമര പരിപാടികളും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന നിരാഹാര സമരം തുടരുമെന്ന് സോനം വാങ്ചുക് അറിയിച്ചു. നിരാഹാര സമരം 23ാം ദിവസവും മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് സോനം വാങ്ചുക് ഇക്കാര്യം അറിയിച്ചത്. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരായ പോലീസ് നടപടിയെ അദ്ദേഹം വിമർശിക്കുകയും വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് അവരുടെ പരാതികൾ പാർലമെന്റിന് മുന്നിൽ അവതരിപ്പിക്കാൻ അവസരമൊരുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന യുവാക്കളോട് കാണിക്കുന്ന ക്രൂരത കണ്ടതിനെ തുടർന്ന് ഞാൻ എന്റെ നിരാഹാര സമരം തുടരാൻ തീരുമാനിച്ചു. യുവനേതാക്കൾക്ക് പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് MPമാരെ കാണാനോ അല്ലെങ്കിൽ എനിക്ക് അവരെ ഇവിടെ ആശുപത്രിയിൽ വെച്ച് കാണാനോ അനുമതി ലഭിക്കുന്നതുവരെ സമരം തുടരും, സോനം വാങ്ചുക് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാർ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഒപ്പം പ്രകോപനപരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലും സമാധാനം നിലനിർത്തിയ വിദ്യാർത്ഥികളെ വാങ്ചുക് അഭിനന്ദിക്കുകയും ചെയ്തു. പ്രകോപനങ്ങൾക്കിടയിലും യുവാക്കൾ സമാധാനം കാത്തുസൂക്ഷിച്ച രീതി എന്നെ വല്ലാതെ സ്പർശിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്ക് അവരുടെ പരാതികൾ ഇന്ന് അല്ലെങ്കിൽ നാളെ പാർലമെന്റിന് മുന്നിൽ അവതരിപ്പിക്കാൻ അവസരം നൽകിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഞാൻ സർക്കാരിനോടും പോലീസിനോടും അഭ്യർത്ഥിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി നേതാക്കൾക്ക് പാർലമെന്റ് അംഗങ്ങളെ കാണാൻ അനുമതി ലഭിക്കുന്നത് വരെയോ അല്ലെങ്കിൽ താൻ ഈ ചികിത്സയിൽ കഴിയുന്ന ഡൽഹിയിലെ ആശുപത്രിയിൽ MPമാർ തന്നെ സന്ദർശിക്കുന്നത് വരെയോ തന്റെ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു.